ആരാണ് ഒരു യഥാർത്ഥ ഭക്തൻ എന്നൊരു ചോദ്യം ഭഗവത്ഗീത ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി ഭക്തന്റെ ലക്ഷണങ്ങൾ വിവരിക്കുന്ന ഒരധ്യായം ആ ഗ്രന്ഥത്തിലുണ്ട്. അതാണ് 12ാമത്തെ അധ്യായമായ ഭക്തിയോഗം. ഭക്തൻ എന്ന ആ പദത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെയൊക്കെ കടപുഴക്കി എറിയുന്ന വിവരണമാണ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഭക്തൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രമുണ്ട്. ആരാധനാലയങ്ങളിൽ പോകുന്ന, അവിടെ ആരാധന നടത്തുന്ന, നെറ്റിയിൽ ചന്ദനവും ഭസ്മവും എല്ലാം പൂശിയ, രുദ്രാക്ഷമാലയണിഞ്ഞ, തീർത്ഥാടന കേന്ദ്രങ്ങൾ പതിവായി പോകുന്ന, സദാസമയം ഈശ്വരന്റെ പദങ്ങൾ ഉരുവിടുന്ന ഒരു വ്യക്തിയെ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും വരും. ഭഗവത്ഗീത ഈ ചിത്രത്തിന് എതിരായൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു ഭക്തൻ എന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെയായിരിക്കണം എന്ന് തന്നെ വ്യക്തമായ കാഴ്ചപ്പാട് ഗീതയ്ക്കുണ്ട്. ഒരു യഥാർത്ഥ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഉത്തമനായ ഒരു പുരുഷൻ എന്ന് തന്നെയാണ് ഭഗവത്ഗീത അർത്ഥമാക്കുന്നത്. ജ്ഞാനിയായ, ആത്മാഭിമാനമുള്ള, ആത്മവിശ്വാസമുള്ള, ഒന്നിനെയും കൂസാത്ത, ഒന്നിനെയും പേടിക്കാത്ത ഒരു വ്യക്തി, അതാണ് യഥാർത്ഥ ഭക്തൻ. ഏതാണ്ട് 30ഓളം ഗുണങ്ങൾ യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ച് ഗീത പറയുന്നുണ്ട് ഈ അധ്യായത്തിൽ. അതെല്ലാം ഇവിടെ പരിശോധിക്കുവാൻ സമയമില്ല, ഉദ്ദേശവുമില്ല. ഒരു വിശേഷപ്പെട്ട ഗുണത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 15ാമത്തെ ശ്ലോകം: യസ്മന്നോ ദ്വിജതേ ലോകന്നോ ദ്വിജതേ ചയ ഹർഷാമർഷ ഭയോദീർഘിർ മുക്തോ യസ്തചമേ പ്രിയ. അതിലെ അവസാനത്തെ 2 വരി ആദ്യം നോക്കാം. ഹർഷം, അമർഷം, ഭയം, ഉദ്വേഗം. അമിതമായ ആഹ്ലാദ പ്രകടനങ്ങൾ ചെയ്യാത്ത, ആരോടും അസൂയയില്ലാത്ത, ആരെയും അനാവശ്യമായി ഭയക്കാത്ത, നാളെ എന്ത് സംഭവിക്കുമെന്ന് ആകാംക്ഷയിൽ ജീവിതം ദഹിപ്പിക്കാത്ത ആൾ എന്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. നമുക്കെല്ലാം മനസ്സിലാവുന്ന കാര്യമാണത്. 1ാമത്തെ വരി എന്ന് പറഞ്ഞാൽ യസ്മന്നോ ദ്വിജതേ ലോക. ഇതും നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ലോകത്തിന് യാതൊരു ദ്രോഹവും ചെയ്യാത്ത ആളാണ് എന്റെ പ്രിയപ്പെട്ട ഭക്തൻ. ലോകത്തിന് യാതൊരു ദ്രോഹവും ചെയ്യാതെ ജീവിക്കുന്ന ശാന്തപ്രകൃതിയുള്ള ഒട്ടേറെ പേർ നമ്മുടെ ഇടയിലുണ്ട്. അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. ലോകത്തിനെ ദ്രോഹിക്കാതെ, ലോകത്തിന് യാതൊരുവിധ ദ്രോഹവും ചെയ്യാതെ ജീവിക്കുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. നമ്മിൽ പലരും അങ്ങനെയാണ്. അതുകൊണ്ട് ലോകത്തിന് യാതൊരുവിധ ദ്രോഹവും ചെയ്യാതെ ജീവിക്കുന്നവൻ എന്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. അതിന്റെ 2ാമത്തെ വരിയാണ് ഏറ്റവും ആകർഷണീയം. യസ്മന്നോ ദ്വിജതേ ലോകന്ന ദ്വിജതേ ചയ. ഇത് അല്പം പറയേണ്ടിയിരിക്കുന്നു. ലോകം എന്ത് ചെയ്താലും അത് ഏശാത്തവനാണ് എന്റെ പ്രിയപ്പെട്ട ഭക്തൻ. ലോകം എന്ത് ദ്രോഹം ചെയ്താലും അതിനെ ചെറുക്കുവാൻ തക്കവണ്ണം മനസ്സുറപ്പുള്ളവനാണ് എന്റെ പ്രിയപ്പെട്ട ഭക്തൻ. ലോകം എന്തൊക്കെ ശ്രമിച്ചാലും ഈ ഭക്തനെ ഇളക്കുവാൻ, അല്ലെങ്കിൽ ഈ പുരുഷനെ, ഈ മനുഷ്യനെ ഇളക്കുവാൻ സാധ്യമല്ല. അദ്ദേഹത്തിന്റെ മനസ്സ് അത്രയ്ക്കും ഒരു സ്ഥിതപ്രജ്ഞാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു, ജ്ഞാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ലോകത്തിന് സ്വഭാവമുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളെ സ്തുതിക്കും, ചിലപ്പോൾ നിങ്ങളെ നിന്ദിക്കും, ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തും, ചിലപ്പോൾ നിങ്ങളെ അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ആക്ഷേപിക്കും, പരിഹസിക്കും, നിങ്ങളോട് ദേഷ്യപ്പെടും. ഇതിനൊക്കെ പകരമായി നാം പ്രതികരിക്കുവാൻ ഒരുങ്ങിയാൽ ഒരുപക്ഷെ നമുക്കതിന് മാത്രമേ നേരം കാണുകയുള്ളൂ. അപ്പോൾ ലോകം എന്ത് ചെയ്താലും അത് തനിക്ക് ഏൽക്കാത്ത മാതിരി തന്റെ മനസ്സിനെ ശക്തമാക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ മുമ്പിലുള്ള ഒരു വലിയ വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുത്ത് വിജയിച്ചവനാണ് എന്റെ പ്രിയപ്പെട്ട ഭക്തൻ. മഴത്തുള്ളികൾ ചേമ്പിലയിൽ വീഴുമ്പോൾ ആ ചേമ്പിലയെ നനയ്ക്കാതെ ചേമ്പില മഴത്തുള്ളികളെ തട്ടിത്തെറിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരിക്കും. അതുപോലെ ലോകം എന്ത് പറഞ്ഞാലും അത് തന്നെ ബാധിക്കുന്നില്ല എന്ന നിലയിലേക്ക് ഉയരുന്ന, തനിക്ക് തന്റെ മനസ്സാക്ഷിക്കനുസരിച്ച്, തന്റെ ബോധ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്.
മറ്റുള്ളവർക്ക് ദ്രോഹം നമ്മൾ ചെയ്യുന്നില്ല. അതേസമയം തന്നെ നമുക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. ലോകം നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് പ്രശ്നമില്ല. ലോകത്തെ ഭയക്കാതെ, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളോട് അമിതമായി പ്രതികരിക്കാതെ തന്റേതായ സത്യത്തിന്റെയും ധൈര്യത്തിന്റെയും നന്മയുടെയും നീതിയുടെയും വഴിയിലൂടെ പോകുന്നവൻ, അങ്ങനെയുള്ള ആൾ എന്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. അയാൾ തന്നെയാണ് ഒരു ഉത്തമ പുരുഷൻ എന്ന് ഗീത പറഞ്ഞു വയ്ക്കുന്നു. നന്ദി, നമസ്കാരം.